ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചിക്കുവിന് ഒരു വോളിബോൾ ടൂർണമെന്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 500 kilometers ട്രാവൽ ചെയ്യാണ്. അത് ഹാലിഫാക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇടയ്ക്ക് പോകാനുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പം നമ്മൾ അവിടേക്ക് ട്രാവൽ ചെയ്തൊരു 1 year ആയി തോന്നുന്നു. ഇല്ലേ, ഏകദേശം അല്ലേ? ഒരു 1 year ആയിട്ടുണ്ട്. അപ്പോൾ 1 year ആയിട്ടില്ലെങ്കിലും ഏകദേശം 1 year ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:15 ഇറങ്ങി. ഇപ്പോൾ ഒരു 6:15 ചിക്കു നല്ല ഉറക്കമായിട്ടുണ്ട്. സത്യം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ടൂർണമെന്റ് ഒക്കെ പോകാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. അപ്പൊ ചിക്കുന് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് അവള് പോണേനെ. അവൾക്ക് വോളിബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എനിക്ക് മാത്രം ഇവിടെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ആരാന്നൊരു സമ്മതിക്കാത്തത്. ചെറിയൊരു അസൂയും കുശുമ്പുണ്ട് ഞാൻ ഉറങ്ങുന്നത്. ആള് പറയാം സൈഡിലിരിക്കുന്ന ആൾ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കണം. അപ്പൊ ആളുടെ ഒപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ആളുടെ ഒരു ലക്ക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളാണ്. ആളതിന്റെ ഓപ്പോസിറ്റ്. പക്ഷെ ആൾക്ക് കേൾക്കാൻ ഇഷ്ടം ഞാൻ പറയുന്നത്. അല്ല സുജോ, ആ നോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. നല്ല മഴയുണ്ട്. ഇത്ര ദിവസം ഒരു മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല മഴയും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടാണ് നല്ല മഴ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരെ പോകുന്ന കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഈ മഴ ഉണ്ടാവില്ലെന്ന്. പക്ഷെ അവിടെയും മഴ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ 2 ദിവസം ഗെയിം ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഗെയിംസ് നല്ല മഴ കൊണ്ട് സത്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എടുത്തിട്ടില്ല. പിറ്റേ ദിവസം അത്യാവശ്യം നല്ല ക്ലൈമറ്റാന്ന് തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ ട്രാവൽ ചെയ്തിട്ട് എത്തി. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ അവിടേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ എത്തിയത് ഒരു 1 hour ബിഫോർ ആയിരുന്നു. എന്താ വെച്ചാൽ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തോടെ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരത്തെ എത്താലോ എന്ന്. പക്ഷേ ഇവിടെ നല്ല എന്താ പറയുക, പാർക്കിംഗ് തീരെ സ്ഥലമില്ലാണ്ട് കുറച്ച് ഇറങ്ങേണ്ടി വന്നു. പിന്നെ പാർക്ക് ചെയ്തു. ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴ. ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു മഴയാണ്. ഇന്ന് ചിക്കുന് ഗെയിമുകൾ കാരണം തോന്നുന്നില്ല കണ്ണാ. ചിക്കു ഭയങ്കര പാവമായിട്ടിരിക്കുന്നു. ചിക്കുന് ചെറുതായിട്ട് വയ്യായിട്ടുണ്ട് കേട്ടോ. അതാണ്. പെട്ടെന്ന് ഗെയിം സെൻറ്റർ കയറിയപ്പോൾ കുറേ ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചുക്ക് ആകെ പകച്ചു പോയിട്ട് അത് എന്താണ് ഇവിടെ നിന്ന്. വേറെ ഒന്നും ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ടൂർണമെൻറ്റിൽ വരുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട്. ഇതൊക്കെ ഒബ്വിയസ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ നെർവസ് ഒക്കെ ആവും. പക്ഷേ ഇതൊന്നും എഫക്റ്റ് ചെയ്യരുത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അങ്ങനെ ചുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഒരു കോച്ച് ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടേക്ക് പോയി. എന്താ വെച്ചാൽ നമുക്ക് ഏർലി മോർണിംഗ് ഒരു 7:30 നമ്മൾ കഴിഞ്ഞിട്ടല്ല അവിടെ എത്തണം. അപ്പോൾ വേഗം തന്നെ ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ ഏറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കുനെയും സൂചിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും മടി കാണിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിക്കനോട് ഞാൻ പറഞ്ഞു ഗെയിം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം ഏറ്റിരുന്നുണ്ട്. പിന്നെ ഇരുന്നുറങ്ങാനോ എനിക്ക് സംശയമുണ്ട്. അതിനുശേഷം ആൾ പറഞ്ഞു അമ്മ എനിക്കൊന്ന് മുടിയൊക്കെ കെട്ടിത്തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തുതരാം, ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നീ എനിക്ക് വേഗം ഫ്രഷ് ആവുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു ചിക്കു എനിക്ക് ഫ്രഷ് ആവണ വരെ. അതിന് ശേഷം ചിക്കു വേഗം തന്നെ ഫ്രഷ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് മുടി നല്ല ഭംഗിയിൽ തന്നെ കെട്ടിത്തരുന്നത്. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ മടഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റിസ്ക് ആണ്, എന്നാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പാവം നമ്മളല്ലാണ്ട് പിന്നെ ആരാ ചെയ്യുക. എന്താ വെച്ചാൽ ഈ ചെയ്യുന്നിടയിൽ ഞാനും ചുക്ക് നല്ല അടിയാണ്. അവൾക്ക് നമ്മൾ ചെയ്ത് കൊടുത്താലും ഇത് ഫിനിഷിങ് ആയിട്ടില്ല, അത് ഫിനിഷിങ് ആയിട്ടില്ല, അങ്ങനെ പറയുന്ന സ്വഭാവമുണ്ട്. സംഭവം എനിക്കുണ്ട് ആ സ്വഭാവം, ഇല്ല എന്നല്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തല്ലുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ മുടിയൊക്കെ മെടഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തുട്ടോ ഞാൻ അവൾക്ക് അങ്ങനെ തന്നെ. അപ്പോൾ അമ്മോട് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം വേഗം തന്നെ പാക്ക് ചെയ്തോ. വേറെ ഒന്നല്ല, നമുക്ക് ഈ 7:30 ആകുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെക്കൗട്ടും കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ഫുൾ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹേ ഗൈസ്, അപ്പം ഇവൾക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കാം കേട്ടോ. മുടി കെട്ടി കൊടുത്തപ്പോൾ മാത്രം പോലെ എനിക്ക് ചീറ്റിങ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയല്ല കെട്ടണ്ടേ അങ്ങനെ കെട്ടണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു നിമിഷത്തേക്ക് കൂടി പൊങ്ങിയിരിക്കണം അമ്മ. എല്ലാവരും മുടി ഒരേപോലെ എല്ലാവാ കണ്ണാ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് അതായി വരും. കെട്ടി കഴിയുമ്പോൾ തോന്നും മനസ്സിലാവും. കേട്ടില്ലേ, ഇത് തന്നെയാണ് സത്യത്തിൽ നടക്കുന്നത്. എപ്പം നമ്മൾ മുടി കെട്ടി കൊടുത്താലോ അതിന് കുറ്റവും വേണം. എന്നാൽ നമ്മൾ ആദ്യം പറയാൻ ഹെയർ സ്റ്റൈലൊന്നും ആൾക്ക് പിടിക്കൂല, പഴയ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയും. എന്നാൽ മെനക്കെട്ടിട്ട് ആൾ പറയണ പോലെ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അത് 100,000 കുറ്റങ്ങൾ. പക്ഷെ എൻ്റെ ക്ഷമ കൊണ്ട് ഞാൻ പിന്നെയും അത് കെട്ടി കൊടുക്കണം. അത് ഓബ്വിയസ് ആയിട്ട് നമ്മളെല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ കുറേ നേരം കുസ്തിയൊക്കെ പിടിച്ചതിന് ശേഷം അവൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടോ. അവൾക്ക് സന്തോഷമായി അത് കണ്ടതിന് ശേഷം അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി ഞങ്ങൾ ഡയറക്റ്റ് ഗെയിംസിന്റെ സെന്ററിലേക്ക് പോവാണ്. ചിക്കോണെങ്കിൽ ഇന്നത്തെ സെക്കൻഡ് ഡേ ഗെയിം സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഡിപ്പെൻസ് ആണ് ഇവർ എത്ര വിൻ ചെയ്യും എത്ര ലൂസ് ചെയ്യും, അതനുസരിച്ചായിരിക്കും നമ്മുടെ ടൈം പീരീഡ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ചിക്കു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള വയൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ വളരെ വളരെ എന്താ കണ്ണ ഗുഡാണ്. ബസ് ഇനി പറയരുത്, കുറ്റം പറഞ്ഞു. കുറച്ച് ഭക്ഷണം കാര്യത്തിൽ പിന്നാക്കാണ് ആള്, അതുകൊണ്ട് ടൈം എടുക്കും. പിന്നെ അപ്പോൾ ഞങ്ങൾ ഗെയിം സെന്ററിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ നൈറ്റ് സ്റ്റേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നല്ല സംഭവമല്ല? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? അവിടെ ഒന്ന് റിപ്ലൈ ചെയ്ത ആരെങ്കിലും, ഞാൻ മാത്രം ബ്ലാ ബ്ലാ ബ്ലാ. ഇഷ്ടപ്പെട്ടാ? ചിക്കന് ഇഷ്ടപ്പെട്ടാ? സുജന് ഇഷ്ടപ്പെട്ടാ? നൈറ്റ് സ്റ്റേ ഇഷ്ടമായില്ല? എന്നിട്ട് നല്ല ഉറക്കം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനാണ് ആ റൂം ബുക്ക് ചെയ്തത്. അതാണ് ഇവരെല്ലാവർക്കും ഇത്ര ഡിമാൻഡ്. ഇവർക്കൊക്കെ കുറച്ചുകൂടി നല്ല സ്ഥലത്ത് ബുക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇത് മതി, നമ്മൾ ഒരു രാത്രിക്കല്ല നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് ബുക്ക് ചെയ്തത്. അതാണ് എല്ലാവർക്കും ഇത്ര ഡിമാൻഡ് അല്ലേ? സുജു ഹാലിഫാക്സ് ഡ്രൈവ് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ പഠിച്ചു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. എന്താ ഇടിച്ചിട്ടാ? പുതിയ വണ്ടിയാ? ഇത് പിന്നെ കുട്ടികളെല്ലാവരും ഫേവറേറ്റ് പാർട്ടാണ്. വേറെ ഒന്നല്ല, ഫോട്ടോഷൂട്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊട്ടിട്ടുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെയും ഗെയിം തുടങ്ങി. നല്ല രീതിയിൽ തന്നെ കളിച്ചു. ചിക്കു ആയിരുന്നു ക്യാപ്റ്റൻ. ചിക്കു വളരെ ഹാപ്പി ആയിരുന്നു കളിക്കുന്നതിൽ. ഇവർ 2 ഗെയിം ജയിച്ചു, 2 ഗെയിം തോറ്റു. എന്നാലും കുഴപ്പമില്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ഗെയിമൊക്കെ കഴിഞ്ഞു. ഹാലിഫാക്സിൽ വന്നിട്ടുള്ള ഗെയിമൊക്കെ കഴിഞ്ഞു. 2 ഗെയിം ഇവർ ജയിച്ചു, 2 ഗെയിം ഇവരേന്ന് പോയി, ലോസായി. പിന്നെ ഇനി ഞങ്ങൾ സിഡ്നിക്ക് തിരിച്ചു പോകണം. ഇവിടെ നമുക്ക് 500 കിലോമീറ്റേഴ്സ് തിരിച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.